അതെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പകർത്തിയ ആസാമിലെ ഒരു ഗ്രാമക്കാഴ്ചയാണ്. അതിനു മുമ്പ് ഒരു നന്ദി പറച്ചിലായാലോ? എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും 1000 നന്ദി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഇത് നമ്മുടെ സ്കൂളിൻ്റെ മുൻവശത്തുള്ള ഒരു പാടമാണ്. വൈകിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. എങ്ങും പച്ചപ്പ്, സൂര്യൻ്റെ ഇളം വെയിലും കൂടെ ആയാലോ, ഹോ, ആ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. പ്രകൃതി ഏറ്റവും സുന്ദരിയായിരിക്കുന്ന സമയം ഈ സായാഹ്നം തന്നെയാണല്ലേ? ഈ മേഘങ്ങളെ ഒന്ന് നോക്കിക്കേ, കയ്യെത്തി പിടിക്കാൻ തോന്നുന്നുണ്ടോ? ആകാശം ഒരു കുട പോലെയാണെന്ന് നമുക്ക് പറയാം. രാത്രിയാവുമ്പോൾ നക്ഷത്രങ്ങളെ നമുക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്താണെന്ന് പോലും തോന്നും. ശരിയാണ്, നോർത്ത് ഈസ്റ്റിൽ ആകാശം ഒരു കുട പോലെ തന്നെയാണ്. വളരെ നിഷ്കളങ്കരായ കുറേ മനുഷ്യരെ കാണാനും അവരെ പരിചയപ്പെടാനും കഴിഞ്ഞത് ഞാൻ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ഇവിടെ വന്നിരുന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. നേരം വൈകിയതുകൊണ്ട് കന്നുകാലികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കാണ് കേട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗവും കന്നുകാലി വളർത്തലും കൃഷിയുമാണ്. ഇതാണ് ഇവരുടെ വസ്ത്രധാരണം. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരിടം അത് നമുക്ക് നോർത്ത് ഈസ്റ്റ് തന്നെയാണെന്ന് പറയാം കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ എത്ര പേർക്ക് തോന്നി ഇത് കേരളമാണെന്ന്? ഇത് കേരളമല്ല കേട്ടോ, ശരിക്കും നമ്മുടെ കുട്ടനാടും കോട്ടയം പോലെ തോന്നുന്നുണ്ടല്ലേ? ശരിക്കും ഭൂപ്രകൃതി നമ്മുടെ കേരളത്തിനോട് ചെറിയ ചെറിയ രീതിയിലുള്ള സാമ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് മഞ്ഞുകാലം വരുമ്പം ഈ കൃഷിയുടെ സ്റ്റൈലും ഒക്കെ അങ്ങ് മാറും. മഞ്ഞുകാലം തുടങ്ങുമ്പോഴത്തേക്കും ഇവർ കൃത്യമായി കൃഷി ചെയ്യുന്നത് ചോളമാണ്. ഈ നെൽവിത്തുകളിലൊക്കെ വെള്ളത്തുള്ളികൾ കെട്ടി നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇനിയൊരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, നമുക്ക് ഭൂട്ടാൻ്റെ മലനിരകൾ കാണാം. ഞാനെൻ്റെ ഏത് വീഡിയോയിലും ഭൂട്ടാനെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഭൂട്ടാൻ. ഈ വരുന്ന അപ്പൂപ്പനെ നമ്മൾ മിക്ക ദിവസങ്ങളിലും കാണാറുണ്ട്. നമ്മളോട് സംസാരിക്കാനും നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഭാഷയാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നത് ബോഡോ ഭാഷയാണ്. അത് ഹിന്ദി ആയിട്ടോ മറ്റു ഭാഷയായിട്ടോ യാതൊരുവിധ സാമ്യവുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മളോട് ഭയങ്കര സ്നേഹവുമാണ്. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ചെറിയ കുട്ടികൾ വരെ ഉണ്ടാവും കേട്ടോ പാടത്ത്. അവന്മാർ കളിച്ചും ഉല്ലസിച്ചും അതൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ ഭൂട്ടാൻ മലനിരകൾ കാണാമെന്ന്. ഈ വീഡിയോയിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അതെ, അങ്ങ് കാണുന്നതാണ് ഭൂട്ടാൻ മലനിരകൾ. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നേരം സന്ധ്യയായി കേട്ടോ. അപ്പം അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഓക്കെ.